കേരളീയർക്ക് താല്പര്യമുള്ള ഒരു വാർത്ത. ബീഹാറിൽ ഒരു സീറ്റിൽ CPIM ലീഡ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ 84 ഹയാഗട്ടിൽ CPIM സ്ഥാനാർത്ഥി ശ്യാം ഭാരതി ലീഡ് ചെയ്യുകയാണ്. CPIM സ്ഥാനാർത്ഥി ശ്യാം ഭാരതി ഹയാഗട്ട് മണ്ഡലത്തിൽ, അതായത് കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ 84 ഹയാഗട്ട് മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയാണ്. ആദ്യത്തെ ലീഡ് നിലയിൽ മലയാളികൾക്ക് കൗതുകമുള്ള വാർത്തയായിരിക്കും. അവിടെ ഹയാഗത്ത് മണ്ഡലത്തിൽ ശ്യാം ഭാരതി 5377 വോട്ടുകൾ എണ്ണിയപ്പോൾ 2873 വോട്ടിന്റെ ലീഡ്. ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തിയേക്കാം. വലിയ ലീഡാണല്ലോ. ആദ്യം ഒരു റൗണ്ട് ആയിരിക്കാം. ഒരുപക്ഷെ 5377 വോട്ടുകൾ എണ്ണിയപ്പോൾ 2873 വോട്ടിനാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ബീഹാർ ഘടകത്തിന്റെ പ്രതിനിധിയായി ഹയാഗത്ത് മണ്ഡലത്തിൽ ശ്യാം ഭാരതി ലീഡ് ചെയ്യുന്നത്. CPIM ഒരു സീറ്റിലും CPIML 2 സീറ്റിലും ഇടത് പാർട്ടികളിൽ CPIM-ഉം CPI-യുമാണ് ലീഡ് ചെയ്യുന്നത്. CPIML 2-ലും CPIM ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നു. അതേസമയം തന്നെ രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി നോക്കൂ, 14 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചും ആരാണ് ബീഹാറിന്റെ യുവമുഖം എന്ന് ചോദിക്കുമ്പോൾ മത്സരിച്ച സീറ്റും സ്ട്രൈക്ക് റേറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഞാൻ എന്ന് ചിരാഗിന് പറയാൻ കഴിയുന്ന വിധത്തിൽ LJP മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ആരാകും മഹാഗഡ്ബന്ധനിലെ ഒന്നാം പാർട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിൽ NDAയുടെ കാര്യത്തിൽ അതുണ്ട്. ആരാകും? BJP ആകുമോ JDU ആകുമോ? രണ്ട് കൂട്ടരും ഒരേ നമ്പർ സീറ്റുകളിലാണ്, 101 സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ JDU ഒരല്പം മുമ്പിലാണ്. ആകെ ടാലി എടുത്താൽ 153 എടുത്ത് നിതീഷ് കുമാറിന്റെ മുന്നണിയും 78 എടുത്ത് തേജസ്വി യാദവിന്റെ മുന്നണിയും. ബീഹാറിലെ ദളിത് മുഖമായിരുന്ന രാംവിലാസ് പാസ്വാന്റെ കാലശേഷം രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാകെ വാഷ് ഔട്ടായി പോകും എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി വീണ്ടും ഉദയം ചെയ്യുകയാണ്.